തീർന്നോ? ആ എടോ, ഇതും കൂടി കഷ്ണം വെച്ചിട്ട്. അതെ, ഇത് മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യന് തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. അയ്യാ, 25 തേങ്ങ തിരുമിയിട്ട് ഇത്രേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിലെടുത്തിട്ടിരിക്കും. ഇങ്ങോട്ട് എടുക്കണോ? കള്ള കോമരം. എനിക്ക് ലേശം കള്ളത്തരമുണ്ട് കേട്ടോ. എടോ, പരിപ്പ് ചമയലിന് കാച്ചു മേടിച്ചിട്ട് ഇതൊന്നിനും വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചിട്ട് താൻ പുതിയ നോവൽ എഴുതാൻ പോവാ? കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങിയ പിരിമുറുക്കോ, ഈ ലക്കം വായിച്ചാല് ശ്വാസം മുട്ടും. താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കുമായിരുന്നു. ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി കിടന്ന് പിരിമുറി ചത്തുപോകും. വായനൊക്കെ നിർത്തി ഇതൊരു അടുപ്പത്ത് വെക്കണോ? പാചകത്തിന് കാശം പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കുക. ആഹാ, കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ? ആ കസരയുടെ സുധാരേട്ടനെയും തങ്കക്കുട്ടിന്റെയും വിശേഷങ്ങള് ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കുട്ടൻ നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുറിഞ്ഞി അടിച്ചാണല്ലോ രാത്രി. മങ്കുറിഞ്ഞോ? തണ്ണി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല. അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ, ജയശ്രീ പണി പോയോ? അതല്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ, എനിക്ക് ഇവിടെ ഇത്തിരി പണി കൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട കൃഷ്ണ, ആ പപ്പടം ഒന്ന് കാച്ചി വെച്ചേക്ക്. ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. 1000 പാദസോരങ്ങൾ കിരുങ്ങി അമ്പലപ്പുഴ. എന്റെ ഭഗവതി, ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കുട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കുട്ട എന്താ? ഞാൻ തങ്കക്കുട്ടനല്ല. തങ്കക്കുട്ട നിൽക്കണവിടെ. എന്താ കേട്ടോ? എനിക്ക് കാശ് തരാനുള്ള. വാ വാ തങ്കക്കുട്ട നിൽക്കണവിടെ. ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ്ങായിട്ട് തല്ലാൻ അടിച്ചിടുന്നു. എന്നെ രക്ഷിക്കണം പ്ലീസ്. എടാ, എന്റെ മുതലാളിയെ കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ല. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെ കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം. ഈടിച്ചവന്റെ ഷേപ്പ് മാറ്റും. നിങ്ങളെ നീ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചത് തിരിച്ചെന്നില്ല. തന്റെ 5000 രൂപ വാങ്ങിച്ചുള്ളൂ. എന്റെ രൂപ 50,000 വാങ്ങിച്ചത്. ഒരു വർഷമായി ഇതുവരെ തന്നിട്ടില്ല. പലിശയും ചേർത്ത് 1,00,000 രൂപയായി. ഇവനെ നമ്മുടെ സംഘത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ ശരിയാവും. വണ്ടി കയറണം. അപ്പൊ എന്റെ കാശ് തൽക്കാലം ഈ പമ്പ് വാങ്ങിച്ചു കൊടു. ആ പമ്പിങ്ങിതാ. നിന്റെ വയറ്റി പഴുപ്പ. താനിത് വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താന് തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് 3 പേരും കൂടെ? നിന്റെ അമ്മയുടെ നായര് അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ 3 മരുമക്കളല്ലേ അവര്? എടാ, എന്നെ ഏൽപ്പിച്ചിട്ട് അവരെ പറ്റിച്ചളഞ്ഞല്ലോ. കടം വാങ്ങാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റാന്തടി ആയിരുന്നപ്പോഴേ ഈ ശമ്പളം കൊണ്ട് ഉന്തിരുട്ടിയാ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ജയപ്രഭയുടെ മേക്കപ്പിനും ആഹാരത്തിനും വേണം ഈ കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി. ദോഷം പറയരുതല്ലോ. എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവുമില്ല. അവളുടെ വീക്കിനെസ് സാരി സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമാ ടിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ അച്ഛൻ കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് 3 പേർക്കും ധാരാളം കടങ്ങളുണ്ട്. ശരിയല്ലേ? ശരിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല. അതും ശരിയല്ലേ? വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം. സുധാകരേട്ടൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങുന്നത് ലാഭമാവില്ലേ? സംശയം എന്ത്? 10 ഇരട്ടി ലാഭം. ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് തുടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണോ? ഞങ്ങളുടെ രണ്ടുപേരുടെയും ബിസിനസ്സിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണർ ആക്കും. മുനിസിപ്പാലിറ്റി നിന്നുള്ള കാശും കിട്ടും, ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ചെറിയ ഹോട്ടൽ, സ്പെയർ പാർട്സ് കട, ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം. ഇതിന് പുത്തനാര് വരും? തോക്കിക്കയറി വെടിവെക്കരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും. അതാരാ?
നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൽ ശ്രീമാൻ അർജുനൻ പിള്ള. ഓ ചെന്ന് ചോദിച്ചാ മതി, പെട്ടി പറഞ്ഞ് എണ്ണി എടുത്ത് തരും കെട്ടായിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു അണ്ടർവെയർ പോലും ഇതുവരെ മേടിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് ചോദിക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ എഴുത്തയക്കണോ, കമ്പി അടിക്കണോ, അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു വിടണോ? ശ്ശോ, അതൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ആ. ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയായാലും അവരങ്ങയുടെ മക്കളല്ലേ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സ് അലിയാണ്ടിരിക്കില്ല. ഭാര്യമാരോട് പറഞ്ഞാ മതി, ഉടനെ ചെന്ന് ചോദിക്കില്ല. ചോദിപ്പിക്കണം. ആ. അതിനാദ്യം അവരെ കയ്യിലെടുക്കണം. സ്നേഹം കൊണ്ട് പൊതിയണം, ശ്വാസം മുട്ടിക്കണം. ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാർ ആരുണ്ട്? അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത്? എന്നല്ല, നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശവും ഒക്കെ അവർ കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം. അതിനെന്താണൊരു വഴി? വഴികൾ പലതുണ്ട്. ആ. ഷോപ്പിംഗ്, കാപ്പികുടി, പിക്നിക്. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, വിട് വണ്ടി, പൊള്ളാച്ചി വഴി ഊട്ടി. ഹോട്ടലിന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷാപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാമെന്ന് തീരുമാനിച്ചു. സ്പെയർ പാർട്ട് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽസ് എന്നിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്. പറഞ്ഞു കൊടുക്ക തങ്കക്കുട്ട. ആണോ? ആഹാ, അത് ശരി. കാളകള് വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിന്നും പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് അമ്മാവനോട് അവതരിപ്പിക്കണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെ, ഉറപ്പാണല്ലോ? ഉറപ്പാ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതി. ആഹാ, ഉത്തമനോ? ഇരിക്കെ, ഉത്തമന് ചോറ് കൊടുക്ക്. ഒന്നും വേണ്ട. ദാ ഇത് കണ്ടോ? ആർക്കാ കല്യാണം? നമ്മുടെ സ്വന്തം അളിയന്. അജയനോ? ആ, ഒരു വാക്കമ്മ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആ, ഉത്തമന്റെ അത്ര വിദ്യാഭ്യാസവും യോഗ്യതയൊന്നും എനിക്കില്ലാത്തോണ്ടായിരിക്കും. ആരെ അറിയിച്ചു എന്നാ സുധാകരേട്ടെ പറയണേ? എന്റെ ഓട്ടോ മുതലാളിക്ക് കിട്ടിയ എഴുത്തായത്. നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ, കല്യാണം നിശ്ചയിച്ച വിവരമെങ്കിലും വന്ന് പറയേണ്ട സാമാന്യ മര്യാദ അല്ലേ? ഇത് അങ്ങനെ വിട്ട പറ്റില്ല ഏട്ടാ. നീ ആ തങ്കക്കുട്ടനെ നീ വരാൻ പറ, അവനും കൂടി അറിയട്ടെ വിവരം. ചെല്ല്. സദ്യയുടെ കോൺട്രാക്ട് ആലിക്ക ഉത്തമ. നല്ല അവിയലും സാമ്പാറും പച്ചടിയും പച്ചടിയൊക്കെ വെക്കും ഞാൻ. ആമ്പിള്ളേരുടെ കല്യാണത്തിന് ഇത് പോക്കത്തര അല്ലേ? ഇതെന്താ ഇത്? നമ്മളൊക്കെ വേറെ 7-ാം കുലികളാക്കി കളഞ്ഞില്ലേ? ഇതൊന്നും ഇല്ലാതെ അടങ്ങി ഒതുക്കി കഴിയാന്ന് വെച്ചവന്മാര് സമ്മതിക്കൂല. അത് ഇന്ന് ഞാനും 2 അടിച്ചു. വേണ്ട, അതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്താ എല്ലാവരും കൂടെ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിക്കണ്ട. പക്ഷെ ഇവര് മക്കളാണെന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ? സ്വന്തം അളിയന്റെ കല്യാണക്കാര്യം നാട്ടുകാര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ അറിയേണ്ടത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ സുധാകര. ഒന്നും പറയണ്ട. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഞങ്ങളോട് സംസാരിക്കാൻ അമ്മാവിന്റെ നാണക്കേടുണ്ടാവും. കെട്ടിച്ചയച്ചതോടെ എല്ലാ ബന്ധങ്ങളും തീർന്നു എന്ന് കരുതിയല്ലേ? അമ്മയ്ക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഇങ്ങനെ 3 മക്കളില്ലെന്ന് നിങ്ങൾ കരുതിയാ മതി. വാ, നമുക്ക് പോവാം. വാ ചേച്ചി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? നിങ്ങളുടെയൊക്കെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്രയ്ക്കൊക്കെ അല്ലേ പറഞ്ഞോളൂ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അമ്മായിയപ്പന്റെ ചെകിട്ട് തുറന്ന് പൊട്ടിച്ചേനെ. തെറ്റ് എന്റെ ഭാഗത്താണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ശാരദയുടെ കൂടെ നിങ്ങളെ ക്ഷണിക്കാൻ വരികയായിരുന്നു. അല്ലേ ശാരദ? അതെ മക്കളെ. നിങ്ങളോട് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. ക്ഷണിക്കാൻ അല്പം വൈകിയെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം മളിയനൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കോ? എന്താ അമ്മാവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അനിയന്റെ കല്യാണം പോലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരില്ലേ? എവിടെയാ സുധാകരൻ? ഞാനിവിടെ ഉണ്ട്.
തങ്കക്കുട്ടനോ? ഞാനിവിടെ ഉണ്ട്. ഉത്തമ, ഞങ്ങൾ എല്ലാവരും അമ്മാവന്റെ കൂടെ ഉണ്ട്. ഈശ്വര. അയാളെ ഞാൻ വേണ്ട, അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമേളാടാ. എന്താടാ ഇത്? ചങ്കക്കുട്ട അവരൊക്കെ വലിയ ആൾക്കാര്. നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരൊന്ന് മാറിയിക്കാൻ പറ. അവർക്ക് അടുത്ത പന്തിയിൽ ഊണ് കൊടുക്കാം. അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളുമില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോന്നോ? എന്റെ അമ്മ ഇതിൽ ഇടപെടണ്ട. നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മാവ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. 3 സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും വരിക. വാ. അയ്യോ, പോകരുത് മക്കളെ, മക്കളെ പോകരുത്, മക്കളെ. സ്വന്തം ഭർത്താക്കന്മാരോട് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളോട് ഇറങ്ങി വരില്ലായിരുന്നോ? ഈ പെണ്ണുങ്ങൾക്കെല്ലാം കരിങ്കല്ലിന്റെ ഹൃദയമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. നാണം കെടുത്തി കല്യാണപ്പന്തലിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥയിലായി പോയില്ലേ നമ്മള്? എന്നിട്ട് അവളന്മാർക്ക് അവിടെ നിൽക്കാൻ ഇങ്ങനെ മനസ്സ് വന്നു ഞാൻ ആലോചിച്ചു. മനസ്സ് വരും. കാരണം അവരുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഇപ്പോഴും അവരുടെ താഴെയാ. വിദ്യാഭ്യാസവും ജോലിയൊന്നുമല്ല, പണം. പണമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുത്. എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ അവളെ നോക്കിയത്. അപ്പൊ ഞാനോ? ജയപ്രഭയ്ക്ക് ഒന്നിനും ഒരു കുറവ് ഞാനും വരുത്തിയിട്ടില്ല. ഇനി അതൊക്കെ പറഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം. നമ്മൾ എത്ര ആരാ മനസ്സിലായില്ല? ഏട്ടാ, ഞാൻ വേണ്ട, അവിടെ തന്നെ നിന്നാ മതി. നീ ഞാനും തമ്മിലുള്ള ബന്ധം അന്നത്തോടെ തീർന്നു. എന്താട്ടാ സുധാരേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടാ വന്നേ. വേണ്ട, ഇനി അവരവരുടെ വീടുകൾ കഴിഞ്ഞാൽ മതി. സുധാകരേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ 3 പേരും തീരുമാനമാണ്. ഓഹോ, അപ്പൊ 3 പേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത ഭാര്യമാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെ. അയ്യോ, നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്തവര് ഞങ്ങളാ. പെൺമക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത, അവരെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം വെച്ചത് ഞങ്ങളുടെ തെറ്റ്. തങ്ങൾക്ക് പറ്റിയ ഭർത്താക്കന്മാരില്ല എന്ന് ഭാര്യമാര് കൂടെ കൂടെ കുത്തി നോവിച്ചിട്ടും അതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായത് ഞങ്ങളുടെ തെറ്റ്. അപമാനമെല്ലാം സഹിച്ച് അളിയന്റെ കല്യാണം സ്വന്തം കൂടപ്പുറപ്പിന്റെ കല്യാണം പോലെ ഗംഭീരമാക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ തെറ്റ്. അതെ ഉത്തമ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് ഞാൻ പറയില്ല കുട്ടികളെ. പക്ഷെ അന്ന് ഇവര് നിങ്ങളുടെ കൂടെ വരാതിരുന്നത് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഇല്ലാഞ്ഞിട്ടല്ല. ഈ അമ്മയുടെ നിസ്സഹായാവസ്ഥ അവർക്ക് മനസ്സിലായതുകൊണ്ടാ. കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്നുള്ളത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അതേതായാലും നടന്നില്ല. മക്കളും മരുമക്കളും എന്നുള്ള വ്യത്യാസം എനിക്കില്ല. നിങ്ങൾ എല്ലാവരും എന്റെ മക്കൾ തന്നെയാണ്. ഈ അമ്മയുടെ കണ്ണീരിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ ഇവരോട് പൊറുക്കണം. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ഈ അമ്മയുടെ അപേക്ഷയാ മോനെ. ഒന്ന് മാത്രം ഞാൻ ഉറപ്പു തരാം, അന്ന് നേരിട്ട പോലുള്ള അപമാനം നിങ്ങൾക്കിനി ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ കാര്യത്തിലും ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. അതൊരു അവതാരിയല്ല, നിങ്ങളുടെ അവകാശ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്തേക്ക് വരൂ അമ്മേ. നിങ്ങൾ വരിക. അച്ഛനെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? മോനിവിടെ ഇരിക്കേ. ഇല്ല, എനിക്ക് 1-2 സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. കല്യാണത്തിന് ശേഷം അജയൻ ആകെ ഒന്ന് മാറി. എന്ന് വെച്ചാ? അല്ല, മുമ്പ് ഏത് നേരവും അച്ഛന്റെ വാലയെ തൂങ്ങി കാണുന്ന ചെക്കനാണല്ലോ നീ. ഇപ്പൊ അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ആളെ പറഞ്ഞേക്കണം.
ഗീതയുടെ ഡാഡി എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല. ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ? അതല്ല ഞാൻ പറഞ്ഞത്. ഉവ്വ് മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം ഏട്ടാ എനിക്ക് വേണ്ട. കുടിക്കല, അവളുടെ ഒരു സന്തോഷല്ലേ. ആ, വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാൻ പറയാൻ വന്ന കാര്യം, ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി. എല്ലാം പറഞ്ഞുറപ്പിച്ചു. ഞാൻ അവർക്ക് വാക്കും കൊടുത്തു. എന്ന് പറഞ്ഞാ പെട്ടെന്നിപ്പോ പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും. അതെ അജയ, ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല. നല്ല തറവാട്ടുകാരാ. നിനക്കറിയാലോ അവരെ. നമ്മളെ നെല്ലിശ്ശേരി വിശ്വനാഥന്റെ മകന്റെ മകൻ. നല്ല അസൽ ബന്ധ. സുധമോളുടെ ഭാഗ്യാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊക്കെ കാശ് വേണ്ടേ? നീ എന്താ ഈ പറയണേ? എനിക്കൊരു പിടിയും കിട്ടണില്ല. അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക. അത് അടച്ചു തീർക്കാതെ. ആധാരം പണയപ്പെടുത്തേ? അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലേ? പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ടാ. എന്നാലും ഒരു വല്ലാത്ത ചതിയായിപ്പോയില്ല അജയ നീ ചെയ്തത്. എന്ത് ചതി? ഞാൻ നിങ്ങളെ ചതിച്ചോ? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. അത് അച്ഛനും ഞാനും നമ്മൾ തീർത്തോളാം. നിങ്ങൾ അറിയി പോണം. പരമേശ്വര നിക്ക്. നീ ആരോടാ പോവാൻ പറഞ്ഞെന്നറിയോ? ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എല്ലാം എനിക്കറിയാം. ഞാൻ പോവുക. എന്നെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട. നിക്ക്. ഈ വീട്ടിൽ നിന്ന് ആര് പോണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പോവാനോ? എങ്ങോട്ട്? ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില. ആര് പോണം പോണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സൗകര്യത്തിന് താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അച്ഛന് പോവാം.